അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്, അദ്ദേഹത്തിന്റെ പിതാവാണ് അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അൽ ആസ് ബിൻ വായിൽ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ശത്രുത കാണിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ജീവിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. പക്ഷെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളോട് ഒരു വസിയ്യത്ത് നൽകി. തനിക്കു വേണ്ടി
100 അടിമകളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ആ വസിയത്ത്. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹിശാം ഇബ്നുൽ ആസും മറ്റേത് അംർ ഇബ്നുൽ ആസും റളിയല്ലാഹു അൻഹുമ. ഹിശാം ഇബ്നുൽ ആസ് 50 അടിമകളെ മോചിപ്പിച്ചു. അടുത്തത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അവസരമാണ്. പക്ഷെ അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വസിയത്തുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ 50 ആളെ മോചിപ്പിച്ചിട്ടുണ്ട്, ഇനി 50 ആളെ ഞാനാണ് മോചിപ്പിക്കേണ്ടത്. ഞാൻ അതിനൊരുക്കവുമാണ്. പക്ഷെ ഞാനത് ചെയ്താൽ എൻ്റെ ഉപ്പാക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നതാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി, നിങ്ങളുടെ ഉപ്പ തൗഹീദ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുമായിരുന്നു എന്നതാണ്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വിചാരണക്ക് കൊണ്ടുവരുന്നു. ഫയൻഷുറു അലൈഹി 99 സിജില്ല. അദ്ദേഹത്തിനായി അദ്ദേഹത്തിന്റെ കർമ്മരേഖകളായി 99 രേഖകൾ അവിടെ കൊണ്ടുവരപ്പെടുന്നു. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ. അതിലെ ഓരോ രേഖയും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്നതാണ്. ആ രേഖകളിലെല്ലാം ഉള്ളത് ഈ മനുഷ്യന്റെ ചെയ്തികൾ, ഈ മനുഷ്യനിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ, അയാൾ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളുടെ രേഖകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഹാജരാക്കിയിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, നീ ഇതിലെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, ഇതെല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും, നിനക്ക് ഇവിടെ രക്ഷപ്പെടാൻ വല്ല ഉദ്റും നിന്റെ അടുത്തുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, എൻ്റെ അടുത്തൊരു ഉദ്റുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് അല്ലാഹു പറയും, ബലാ ഇന്ന ലക ഇൻദനാ ഹസനതൻ ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം. എങ്കിൽ എൻ്റെ അടുത്ത് നിനക്കൊരു നന്മയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിന്നോട് ഒരു നിലക്കുമുള്ള അനീതി ഉണ്ടാവുകയില്ല. ഫതഖ്റുജു ബിതാഖ. ഒരു കാർഡ് ആ മനുഷ്യന് വേണ്ടി പുറത്തെടുക്കും. ഫിഹ, അതിലുള്ളത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് ആ കാർഡിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇദ്ദേഹത്തിന്റെ ഈ 99 രേഖകൾ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും കുറിക്കപ്പെട്ട ഈ ഒരു ബിതാഖ മറ്റൊരു തട്ടിലും വെച്ചാൽ വസഖുലത്തിൽ ബിതാഖ, ആ ബിതാഖ വെച്ച തട്ടായിരിക്കും താണു നിൽക്കുക. എന്നിട്ട് ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ നാമത്തോളം മറ്റൊന്നിനും ഭാരമുണ്ടാവുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. ഈ മനുഷ്യൻ ധാരാളം വീഴ്ചകളും അബദ്ധങ്ങളും സംഭവിച്ചപ്പോഴും അദ്ദേഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്നു. ഈ 2 സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്താണ്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിന്റെ അന്തിമ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ആർക്കാണ് സ്വർഗം? ആ സ്വർഗം കിട്ടുന്നതിന്റെ അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത്, ഇഹലോകത്തെയും പരലോകത്തെയും ശരിയായ വിജയം നേടാനുള്ള മാർഗം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളിൽ ഉണ്ടാകലാണ്.
അതുകൊണ്ടാണ് ഇഹപര ജീവിതം മനുഷ്യന് വിജയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. സൂറ ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ബിൽ ഖൗലി സാബിതി, സുസ്ഥിരമായ ഒരു വാക്കുകൊണ്ട്, ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ, ഇഹത്തിലും പരത്തിലും ഉറപ്പായ ഒരു വാക്കുകൊണ്ട് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. ആ ഉറപ്പായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചേറ്റാൻ, തൗഹീദിനെ നെഞ്ചേറ്റ് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് കേവലമായ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലോ, ഞാനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരനാണ് എന്ന് പറഞ്ഞു വെക്കലോ അല്ല. അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ചില അടിവേരുകളുണ്ട്. അതറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാകണം നമ്മൾ. അതിൽ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിഞ്ഞ് ഉൾക്കൊള്ളുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിന്റെ 19 പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും തുടർന്ന് നമ്മളോട് ഓരോരുത്തരോടുമുള്ള കൽപ്പനയാണ്. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. വസ്തഗ്ഫിർ ലിദംബിക്, അത് അറിഞ്ഞിട്ട് വേണം ആ റബ്ബിനോട് നീ പാപമോചനത്തിന് തേടാൻ. അപ്പൊ ഒന്നാമത് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതിന്റെ അർത്ഥം അറിയണം. നാം പ്രഖ്യാപിക്കുകയാണ് ആരാധനക്ക് അർഹനായി അല്ലാഹയല്ലാതെ മറ്റാരുമില്ല എന്ന് നാം പ്രഖ്യാപിക്കുമ്പോ അത് ജീവിതം കൊണ്ടറിയാൻ നമുക്ക് സാധിക്കണം. ആ റബ്ബിലേക്ക് മാത്രം പ്രാർത്ഥന ഉയരുന്ന അവസ്ഥയുണ്ടാകണം. എന്റെ ആരാധനകൾക്ക് അർഹൻ എന്റെ റബ്ബ് മാത്രമാണെന്ന തിരിച്ചറിവുണ്ടാകണം. പക്ഷെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? പലരോടും പലതിനോടും ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനും തൗഹീദിന്റെ ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഒരിക്കലും തൗഹീദിന്റെ ആളാകാൻ കഴിയൂല. അപ്പൊ അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത്, അതിൽ നമുക്ക് ദൃഢബോധ്യം ഉണ്ടാവണം, പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. എന്നിട്ട് എന്താ അല്ലാഹ് പറഞ്ഞത്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബൂ, പിന്നെ അവർ സംശയം ഉണ്ടാകൂല. അവർക്ക് അള്ളാന്റെ നാമഗുണവിശേഷണങ്ങളിൽ, അവന്റെ കഴിവുകളിൽ, പ്രവർത്തനങ്ങളിൽ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംശയമില്ലാതെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. തൗഹീദൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പോഴും ചില കാര്യത്തിലെ സംശയം അങ്ങോട്ട് മാറിയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് പൂർണ്ണാകൂല. മൂന്നാമത്തെ കാര്യം, നിഷ്കളങ്കമായിരിക്കണം നമ്മളുടെ തൗഹീദ്. തൗഹീദ് പ്രഖ്യാപിച്ച എല്ലാവരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവരും അത് നിഷ്കളങ്കമായി പറഞ്ഞവരല്ല. കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലും നബിന്റെ അടുത്ത് വന്ന് തൗഹീദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഉബയ്യ് ഇബ്നു സുലൂൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന കപട വിശ്വാസികളുടെ നേതാവ് തൗഹീദ് പ്രഖ്യാപിച്ചത് ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയാണ്, ഇഹലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയല്ല, നിഷ്കളങ്കമായിരിക്കണം തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസ് ബിശഫാഅത്തി യൗമിൽ ഖിയാമ, നാളെ പരലോകത്തിന്റെ ശഫാഅത്തിന് സൗഭാഗ്യം ലഭിക്കുന്നവരാരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ആരാണോ തൗഹീദ് പറഞ്ഞത് അവനു മാത്രാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് സന്തോഷിക്കാനാകുക. അപ്പൊ നിഷ്കളങ്കായിരിക്കണം. ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി, ഇഹലോകത്തെ നേട്ടത്തിന് വേണ്ടി ആകരുത്
നമ്മളുടെ ഇസ്ലാം സ്വീകരണവും നമ്മുടെ തൗഹീദും. നാലാമത്തെ കാര്യം, ആ പറഞ്ഞ പ്രഖ്യാപനത്തിൽ നമ്മൾ സത്യസന്ധരാകണം. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ആളുകൾ വിചാരിക്കുന്നുണ്ടോ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓൽക്കൊരു പരീക്ഷണം ഉണ്ടാകൂല എന്നാണോ അവര് വിചാരിക്കുന്നത്? എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? സൂറത്തുൽ അൻകബൂത്തിന്റെ ആദ്യത്തെ ആയത്തുകളാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും നാം പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്തിന്? ആരാണ് സത്യസന്ധരായിട്ടുള്ള ആളുകളെന്നും ആരാണ് കള്ളം പറഞ്ഞവരെന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞതാണോ എന്നറിയാൻ പടച്ചോൻ പരീക്ഷിക്കും. ആ ഏതു പരീക്ഷണം വന്നാലും, എന്ത് വലിയ രോഗം വന്നാലും, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നാലും, സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിന്ന് ഒരു ചരട് പോലും ശരീരത്തിൽ ബന്ധിപ്പിക്കാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്കാകണം. അതാണ് സത്യസന്ധത തൗഹീദിന്റെ കാര്യത്തിൽ. അഞ്ചാമത്തെ കാര്യം, തൗഹീദിനോട് ഇഷ്ടമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാഹ്ക്ക് സമന്മാരെ സ്വീകരിച്ചവർ. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഈ സമന്മാരെ സ്നേഹിക്കും. അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മുറുമുറുപ്പാണ്. നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും കൂടി പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞാലോ അപ്പൊ ഒരു ഇഷ്ടാണ്. എന്നാൽ അടുത്ത ഭാഗത്ത് അള്ളാഹ് പറഞ്ഞ എന്താ? ആയത്തിന്റെ ബാക്കിയിൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടായിരിക്കും. സഹോദരങ്ങളെ, തൗഹീദിനോട് ഇഷ്ടം ഉണ്ടാവണം. കുടുംബത്തിലും നാട്ടിലും ആളുകൾക്കിടയിലും ഒക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വെറുപ്പ്, എന്നാലിപ്പോ ഞാൻ ഈ ആദർശം സ്വീകരിച്ചതുകൊണ്ടാണല്ലോ, അത് ഉണ്ടാവാൻ പാടില്ല. ഇഷ്ടം ഉണ്ടാവണം മനസ്സിൽ. ആറാമത്തെ കാര്യം, സമ്പൂർണമായി ഈ തൗഹീദിന് ജീവിതത്തെ കീഴൊതുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് നിന്നുള്ള ശിക്ഷ വരുന്നതിന്റെ മുമ്പ് പടച്ചോന് കീഴൊതുങ്ങി സർവം നിങ്ങൾ സമർപ്പിക്കണം. തൗഹീദിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദിന് കീഴൊതുങ്ങിയ പടച്ചോൻ പറഞ്ഞ രൂപത്തിലെ വസ്ത്രം ധരിക്കൂ, അള്ള പറഞ്ഞ രൂപത്തിലെ ഭക്ഷണം കഴിക്കൂ, അള്ള ഹലാലാക്കിയതേ ഉപയോഗിക്കൂ. നാവുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, വാക്കാൽ, മനസ്സാൽ, പ്രവർത്തിയാൽ പടച്ചോന് കീഴൊതുങ്ങണം. അപ്പോഴാ തൗഹീദുള്ള മനുഷ്യന്മാരാകുക നമ്മൾ. അപ്പോഴാണ് ആ തൗഹീദിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. അതിനോട് ചേർത്തു മനസ്സിലാക്കേണ്ടതാണ് ഏഴാമത്തെ കാര്യം, സമ്പൂർണമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായിട്ട് പടച്ചോനെ ഉൾക്കൊള്ളണം. അവിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരഹങ്കരിക്കുകയാണ് ചെയ്യുക. അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കണം. എന്നാലും ആ ചരട് ഞാൻ കെട്ടുന്നുള്ള വാശിയല്ല. പടച്ചോന്റെ മുന്നിലെ സുജൂദ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതോലെ അങ്ങനെയൊക്കെ പറയും, ഞാൻ എന്നാലും ജാറത്തങ്ങ പോയി സുജൂദ് ചെയ്യുന്നല്ല. പടച്ചോനിൽ നിന്നേ ബറക്കത്ത് പ്രതീക്ഷിക്കാവൂ എന്ന് പറയുമ്പോ അല്ല, ഞാന് ജാറം മൂടിയ തുണിയെടുത്ത് ബറക്കത്ത് പ്രതീക്ഷിക്കും എന്ന് പറയലല്ല. പൂർണ്ണാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഈ 7 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തൗഹീദിന്റെ ഷർത്തുകൾ പൂർത്തിയാകുന്നത്. അള്ളാഹനെ അറിയണം, ദൃഢബോധ്യം ഉണ്ടാകണം, നിഷ്കളങ്കമായി തൗഹീദിനെ സ്വീകരിക്കണം, പ്രഖ്യാപിച്ച തൗഹീദിന്റെ കാര്യത്തിൽ സത്യസന്ധത പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് മനസ്സിൽ ഇഷ്ടമുണ്ടാകണം, പൂർണ്ണമായി റബ്ബിനെ കീഴ്പ്പെടണം, സമ്പൂർണമായി ഈ തൗഹീദിനെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാകാൻ ആർക്ക് കഴിഞ്ഞോ അവനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റെല്ലാ നന്മകളും ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ തൗഹീദ് അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. കാരണം എങ്കിലേ ബാക്കി എന്തും അള്ളാഹ് പരിഗണിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ട ഒരു വാർത്ത, മക്കൾ സെക്സ് റാക്കറ്റിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരു വ്യാജമായ വിളി ഒരു ഉമ്മ, ഒരു മാതാവ് അത് കേട്ട് ഹൃദയം പൊട്ടി മരിച്ച വാർത്തയാണ്. ഈ സംഭവം ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത് രണ്ടു കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ നമ്മൾക്കുണ്ടാക്കുന്ന അപകടങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് ആ തെറ്റിലേക്ക് പോകുമ്പോഴോ ആ തെറ്റ് ചെയ്യുമ്പോഴോ ഒരിക്കലും നമുക്ക് നിർവചിക്കാനാവുകയില്ല. ഇന്ന് യഥേഷ്ടം ലഹരിക്കും ലൈംഗികതക്കുമൊക്കെ വാതിലുകൾ തുറക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നാം എത്തിപ്പെടുന്ന ഒരു തിന്മ നാം പോലും വിചാരിക്കാത്ത ആഘാതമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് അകലാൻ നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തത്, ഓരോ മാതാവിൻ്റെ മനസ്സും എത്രമേൽ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് താൻ വിചാരിക്കുന്ന രൂപത്തിലല്ല തൻ്റെ മക്കളുള്ളത് എന്നൊരു വാർത്ത കേട്ടപ്പോൾ ആ മാതാവിൻ്റെ ഹൃദയം പൊട്ടിയത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഉമ്മമാർ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മരിച്ച് വീട്ടിൻ്റെ പൂമുഖത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടാകരുത് ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ തിരിച്ചറിയണം. ഇപ്പോൾ ഉമ്മയുടെ മനസ്സിന് സന്തോഷം കൊടുക്കാനാകണം. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഉമ്മ ആഗ്രഹിക്കുന്ന നല്ല മക്കളായി വളരാൻ ഇപ്പോൾ നമുക്ക് സാധിക്കണം. ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഉമ്മയെ ഉപ്പയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന പേറി ജീവിക്കുന്ന ആളുകൾ, കുറച്ചു കാലം കൂടി കൂടെയുണ്ടായിരുന്നവർ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ. പടച്ച റബ്ബ് ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അത്തരം ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇസ്തിഗ്ഫാറാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ജീവിച്ചിരിക്കുന്ന മാതാവിനും പിതാവിനും മനസ്സറിഞ്ഞ സ്നേഹം കൊടുക്കാൻ കൂടി നമുക്ക് സാധിക്കണം. ഇത്തരം വാർത്തകൾ ഈ നിലക്കുകൂടി നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു ആ നിലക്ക് മാതാപിതാക്കൾക്ക് കാരുണ്യം കാണിക്കുന്ന, അവരോട് സ്നേഹത്തിന്റെ പെരുമാറ്റം കാണിക്കുന്ന, അവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളായി വളരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വരുന്ന നവംബർ മാസത്തിൽ നടക്കുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളുടെ വലിയ ഫാമിലി കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് കണ്ണൂരിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഒരു സർക്കിളിലുള്ള പ്രൊഫഷണലുകളുടെ, വിവിധ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കുടുംബസമേതം അവർക്ക് പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം ഇന്ന് മഗ്‌രിബിന് ശേഷം കരീംസ് കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുക, അല്ലാത്തവർ ആളുകളെ അറിയിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിനെ നെഞ്ചേറ്റി വിജയിക്കാനാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക്, പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമയുള്ള, നന്മയുള്ള, സമാധാനമുള്ള ഈ നാടിൻ്റെ നന്മയെ നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ ഗൂഢപരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.